ഇപ്പോൾ CR നീലകണ്ഠൻ നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ CR, മാധവ് ഗാഡ്ഗിൽ വിടവാങ്ങുന്നു. ഞങ്ങളിങ്ങനെ സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം ഇത്ര റിസ്ക് എടുത്ത് വലിയ വെല്ലുവിളികൾ ഏറ്റെടുത്ത് ഇപ്പോൾ എന്താ പറയുക, കുറേ വർഷങ്ങൾ അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട സമയങ്ങളൊക്കെ എടുത്ത് പശ്ചിമഘട്ടത്തെക്കുറിച്ച് വലിയ പഠനങ്ങൾ നടത്തി വലിയ വലിയ പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടി ആ റിപ്പോർട്ട് നമുക്ക് മുന്നിൽ വെച്ച് അതിൻ്റെ ഒരു ചെറിയ കണിക പോലും നടപ്പാക്കാൻ കഴിയാത്തതിൻ്റെ വലിയൊരു നിരാശ മനുഷ്യൻ്റെ മനസ്സിനകത്ത് ബാക്കി കിടപ്പുണ്ടായിരിക്കുകയാണ് അദ്ദേഹം വിടവാങ്ങിപ്പോകുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കണം നമ്മൾ ഈ വർത്തമാന കേരളവും വർത്തമാന ഇന്ത്യയും ഒരുപക്ഷെ ഭാവിയെ കൂടി മുൻകൂട്ടി കാണുമ്പോൾ ആ മനുഷ്യനെ ഓർക്കേണ്ടതും ചർച്ച ചെയ്യേണ്ടതും? ഞാൻ കരുതുന്നത് മാധവ് ഗാഡ്ഗിൽ പ്രസക്തമാകുന്നത് കൂടുതൽ പ്രസക്തമാകുന്നത് വരും കാലത്തേക്കാണ് എന്ന്. നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ വലിയൊരു പ്രവർത്തനമായിരുന്നു ഗാഡ്ഗിൽ റിപ്പോർട്ട്, നമ്മൾ പറയുന്ന പശ്ചിമഘട്ടത്തെ കുറിച്ചുള്ള പഠനം. ആ പഠനം വന്ന കാലത്ത് 2011-12 കാലത്ത് അതിനെതിരായി അതിശക്തമായ വിമർശനവും എതിർപ്പും വരികയും അതെന്തോ ഇത് രാജ്യദ്രോഹമാണ് എന്ന അർത്ഥത്തിൽ നമ്മൾ കാണുകയും പലരും പ്രചരിപ്പിക്കുകയും ചെയ്തു. പക്ഷേ 2018 ആയപ്പോഴേക്കും ആരും പറയാതെ തന്നെ ജനങ്ങൾക്കിടയിൽ, സാധാരണ മനുഷ്യർക്കിടയിൽ പോലും ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്നൊരു ചോദ്യം വന്നു. പിന്നെ നിരന്തരമായി നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പ്രളയമാവാം, ഉരുൾപൊട്ടലാവാം, ഭൂനാശമാവാം, വന്യമൃഗ ആക്രമണമാവാം. ഇതൊക്കെ കേരളത്തിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗാഡ്ഗിൽ എന്ന് നമുക്ക് വീണ്ടും ഓർമ്മ വരികയാണ്. അതുകൊണ്ട് തന്നെ ഗാഡ്ഗിലിന്റെ റിപ്പോർട്ട് ഒരിക്കലും ഭേദാവാവില്ല. പക്ഷേ ചില ടെസ്റ്റ് റിപ്പോർട്ട് കിട്ടിയാലും നമ്മൾ ചിലപ്പോൾ ചികിത്സിക്കില്ല. അങ്ങനെയുള്ള ആളുകളാണ് നമ്മൾ. ടെസ്റ്റ് റിപ്പോർട്ട് കിട്ടിയാലും ചികിത്സിക്കുകയോ മുൻകരുതൽ എടുക്കുകയോ ചെയ്യാത്ത ശരീരമുള്ള അതാണ് പശ്ചിമഘട്ടം, കേരളത്തിന്റെ വാട്ടർ ടവർ. അദ്ദേഹം നന്ദി നൽകിയിട്ടുള്ള മുന്നറിയിപ്പുകൾ ഒന്നൊന്നായി വരുമ്പോൾ ഇനി അത് തടയാൻ, ചുരുങ്ങിയത് അതിന്റെ രൂക്ഷതയെങ്കിലും കുറയ്ക്കാൻ, പ്രത്യേകിച്ചും കാലാവസ്ഥ മാറ്റം എന്നത് വളരെ യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നത് വളരെ പ്രധാനമാണ്. ഗാഡ്ഗിൽ ഒരിക്കലും മറക്കപ്പെടില്ല. കേരളം ഉള്ളിടത്തോളം കാലം ഗാഡ്ഗിലിനെ ഓർക്കും. അത് തന്നെയാണ്. അത് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ വരും കാലത്താണ് അദ്ദേഹം കൂടുതൽ പ്രസക്തനാകാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങൾ അത് നടപ്പാക്കാത്തതിൽ കേരളം അനുഭവിക്കാനിരിക്കുന്ന ഒരു പ്രത്യാഘാതങ്ങളിലായിരിക്കും ഒരുപക്ഷെ ഗാഡ്ഗിൽ എന്ന പേരിനി ഏറെക്കുറെ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് കൂടിയാണ്. നമ്മൾ പറയാറുണ്ടല്ലോ, ചില ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ ജീവനുള്ള അദ്ദേഹത്തെക്കാൾ ശക്തനായിരുന്നു മരിച്ച അദ്ദേഹം എന്ന് നമ്മൾ പറയാറുണ്ട്. നിശ്ചയമായും ഗാഡ്ഗിൽ മരിച്ചു കഴിഞ്ഞ ഗാഡ്ഗിലിനെ കുറിച്ചായിരിക്കും ഭാവി കേരളവും വരും കാലവും കാര്യമായി ഓർക്കാൻ പോകുന്നതും ചർച്ച ചെയ്യാൻ പോകുന്നത്. കാരണം അത്രമേൽ പ്രസക്തമായ വിഷയങ്ങളാണ് അദ്ദേഹത്തിന്റെ പഠനത്തിലൂടെ, അദ്ദേഹത്തിന്റെ ഗവേഷണത്തിലൂടെ കണ്ടെത്തിയത്. അത് പൊതുസമൂഹത്തിന് മുന്നിൽ സമർപ്പിക്കുന്നു. പക്ഷേ പൊതുസമൂഹം അതിനെ മറ്റൊരു തലത്തിൽ കാണുന്നു, വിമർശിക്കുന്നു, എതിർക്കുന്നു. അതിന്റെ ഒരു കണികമെങ്കിലും നടപ്പാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തിന് വലിയ സമാധാനമായിരുന്നു. നടപ്പാക്കാൻ കഴിഞ്ഞില്ല എന്നത്.